ഞാൻ ഒന്നിലും ഞാൻ 8 വർഷമായിട്ട്, ഞാൻ 7 വർഷത്തെ ഈ ഫീൽഡിലാണ് കേട്ടോ. പക്ഷെ മസാജ് സെന്ററിന്റെ ഫീൽഡിൽ കേൾക്കും. ഞാൻ മസാജ് സെന്ററിന്റെ ഫീൽഡിൽ 5 വർഷമായിട്ടുള്ളേ. ദുബായിൽ വന്നിട്ടാ. ഞാൻ ബാറിലായിരുന്നു. എനിക്ക് ബാറായിട്ടാണ് കൂടുതലും, ബാറായിട്ടാണ് എനിക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയപ്പം എന്നെ നോക്കാൻ എനിക്ക് തോന്നുന്നു ഞാനൊരു 22 വയസ്സായപ്പോ 23 വയസ്സായപ്പം എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയതാ. ഓക്കെ, എന്റെ കുട്ടൂസിന് 1 വയസ്സ് ചെറുതിന്. 22-23 വയസ്സായപ്പോ എന്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയപ്പം ഞാൻ 24 വയസ്സിൽ, ഒരു 23 വയസ്സിൽ ഞാനൊരു വീട്ടുപണിക്ക് പോയി. അവിടെ കാക്ക ശരിയില്ലാത്തതുകൊണ്ട് അയാൾ എന്നെ കയറി പിടിക്കാനൊക്കെ വന്നു. സത്യം. എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ലോട്ടറി കച്ചവടമായിരുന്നു. ലോട്ടറി കച്ചവടം. അപ്പൊ അമ്മച്ചി കാലടി അങ്കമാലി ഈ ശിവരാത്രികളൊക്കെ നടന്നു പോയിട്ട് വിൽക്കും എന്റെ അമ്മ, ബാറിന്റെ ഫ്രണ്ടിലൊക്കെ. അപ്പൊ എനിക്ക് ഒരുപാട് വട്ടം വിഷമം വന്നിട്ടുണ്ട്. അപ്പൊ അമ്മച്ചി എന്നെ 1 വർഷം നോക്കിട്ടോ, മക്കളെന്നെ അമ്മ. അപ്പം അമ്മമാരല്ല നമ്മളെ പ്രാവും. ഭർത്താവ് ഏതൊരു സ്ത്രീ ആയാലും ഭർത്താവ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അമ്മമാര് പ്രാവും. കാരണം മക്കളെ നോക്കണം, എന്നെ നോക്കണം, അമ്മ നോക്കണം. അതിപ്പോ എനിക്ക് എന്തോ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായി, ഇവിടെ പറഞ്ഞിട്ടുണ്ടാ കഥ. എൻ്റെ ഒരു കൂടെ പഠിച്ചൊരു കൂട്ടുകാരി ഉണ്ടായി. അവളെ കെട്ടിച്ച വീട്ടില് അവളൊരു പുതിയ പേര പണിയാ. തറവാടിന് അവൾക്കൊരു വീട് തൊട്ടപ്പുറത്ത് വേണം. അപ്പൊ അവിടെ ഒരു വീട് പണിക്ക് ഒരാളെ വേണം. വീട് ആഴ്ച 2 ദിവസം കഴുകാനും പിടിക്കാനും. അവൾ എന്നെ വിളിച്ചു. അപ്പൊ എനിക്ക് നോക്കിയപ്പോ എന്റെ കൂട്ടുകാരി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോവാം. ഡെയിലി 300 രൂപ. രാവിലെ 7:30 വണ്ടിക്ക് പോകും, വൈകിട്ട് 3 മണിയാകുമ്പോൾ വരും. 300 ഡെയിലി കിട്ടും. ഞാൻ അമ്മച്ചോട് പറയും, അമ്മച്ചി ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് പോകും. അവിടെ അവളുടെ അമ്മായിമ്മയുണ്ട്. അമ്മായിപ്പൻ്റെ ആള് ശരിയല്ല. അയാളെ മുലയമ്മയൊക്കെ കയറിപ്പിടിക്കാൻ പറ്റും. ചെറുപ്പത്തിൽ ഞാൻ കെട്ടി ഉപേക്ഷിച്ച് പോയപ്പം അവൾക്ക് ഭർത്താവുണ്ട്. അവൻ ഉപ്പയും കണക്ക. അപ്പൊ അവൾക്ക് പുതിയ വീട് തൊട്ടപ്പത്ത് വെച്ചു. തറവാടിന്ന് അവൻ വീട് വെച്ചു ചെക്കൻ. അങ്ങനെ അവരെ വീട് പണിക്ക് കുറെ കാക്കാൻ പറയും. ഈ മുസ്ലിംസുകളാണല്ലോ നെയ്ച്ചർ. അപ്പം എനിക്ക് എല്ലാ ദിവസവും ഞാൻ പണി കഴിഞ്ഞ് പോകുമ്പം അവരുടെ അമ്മായിമ്മ, അവളുടെ അമ്മായിമ്മന്റെ കൂട്ടുകാരുടെ അമ്മായിമ്മ ഈ പത്തിരി ചിക്കനൊക്കെ തന്നു വിടും. മക്കൾക്ക് കൊടുത്തോളം പറഞ്ഞു. പിന്നെ അവിടുന്ന് മേശ, ബക്കറ്റ് ഒക്കെ കൊടുത്തു. അങ്ങനെ ഞാനിങ്ങനെ 5-6 മാസമേ പോയുള്ളൂ. കാരണം പിന്നെ ഞാൻ പോയില്ല. കാരണം അവളുടെ അമ്മായിപ്പൻ്റെ ആള് ശരിയല്ല. എന്നെ ഒരു വീട്ടുപണിക്കാൻ നിർത്തിയെങ്കിലും അവള് കാണാതെ എന്നെ കയറി പിടിക്കാൻ വരിക. പിന്നെ അവളുടെ കെട്ടിയവനാണെങ്കിൽ അങ്ങനെ തുടങ്ങി. അവളുടെ കെട്ടിയവൻ അവള് ഗർഭിണിയായിരുന്നു 2ാമത്. അപ്പം അവളുടെ അമ്മായിമ്മയാണ് കുത്തിയില്ലാത്തതാണ്. അപ്പൊ ഈ അമ്മായിപ്പനും അവളുടെ ഹസ്ബൻഡും കൂടെ എനിക്ക് ഭയങ്കര ശല്യം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ജോബിന് വരലെന്ന്. ഞാൻ അങ്ങനെ ആ ജോബ് നിർത്തിയത് അവളുടെ. പിന്നെ ഞാൻ വീട്ടുപണിക്ക് പോയിട്ടില്ല. കാരണം 2 കിടക്കാം. വാപ്പയും മോനും ഭയങ്കര കിടക്കായിരുന്നു. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു ഞാൻ ഇനി വരുന്നില്ല. കാരണം എനിക്ക് അവളോട് പറയാൻ പറ്റുമോ അവളുടെ ഭർത്താവിനെ കയറി പിടിക്കാൻ പോകുന്നു, അവളുടെ അമ്മായിപ്പം കയറി പിടിക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വയ്യ, എനിക്ക് വേറെ ജോബ് കിട്ടി തന്നെ ഞാൻ അങ്ങനെ മുങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും മുസ്ലിം കടയിൽ TV കടയുണ്ട് സ്റ്റാൻഡിൽ തന്നെ. അതായത് ഈ TV AC കൊടുക്കുന്നു. അവിടെ നിന്നു. അവിടുത്തെ കാക്കായി എന്നെ കയറി പിടിക്കാൻ വന്നു. അമ്മായിട്ട് അതും ഞാൻ അവിടെ നിർത്തി. ഞാൻ പോണിടത്തൊക്കെ എനിക്ക് ദുശ്ശകാലനാണ്. എന്നെ എപ്പോഴും ഏതെങ്കിലും കടയിൽ ചെരുപ്പാടെ പോയി അവിടെ മയന്മാരെ എന്നെ കയറി പിടിക്കാൻ വരും. അപ്പൊ ഞാൻ എന്താക്കി, പോണിടത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഞാൻ അമ്മച്ചോട് പറഞ്ഞു ഞാൻ അച്ചാർ കമ്പനി പൊക്കോളാം അമ്മ. വീടിന്റെ അടുത്തൊരു അച്ചാർ കമ്പനി ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടുപണിക്കും കടയിലൊന്നും നിൽക്കാൻ പറ്റൂല, ഞാൻ വേണമെങ്കിൽ അച്ചാർ കമ്പനി പോകാൻ തോന്നുന്നു. വീടിന്റെ അടുത്ത് വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് അച്ചാർ കമ്പനി പോയി കഴിഞ്ഞാൽ നാരങ്ങ മാങ്ങ അരിഞ്ഞു കൊടുത്തു. അങ്ങനെ ഇരുന്നപ്പോൾ ഫേസ്ബുക്കിൽ എൻ്റെ അമ്മായിയുടെ മോൻ കോണ്ടാക്ട് ചെയ്തു, ബെഹ്റയിൽ നിന്ന്. അങ്ങനെ അവ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ബിജി നിനക്ക് ബെഹറിൽ വരാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചിട്ട്. അവൻ എന്താ ജോബ് എന്ന് ചോദിച്ചു. ജോബ് അവൻ പറഞ്ഞില്ല. അങ്ങനെ അവർ കാശൊക്കെ ഇറക്കി വിസയൊക്കെ തന്ന് ഞാൻ പോയി. അവിടെ ചെന്ന് വിസ അങ്ങോട്ട് പോയി പാസ്പോർട്ട് കയ്യിലാക്കിയപ്പോ ജോബ് വേറെ ജോബ്. പിന്നെ അത് 6 മാസം ഉണ്ടായുള്ളൂ കേട്ടോ. എനിക്ക് 6 മാസത്തെ വാറണ്ടി ഉണ്ടായുള്ളൂ. ഞാൻ 6 മാസം കൊണ്ട് എനിക്ക് ഇറക്കിയ പൈസ 3 ലക്ഷം രൂപയായിരുന്നു. 6 മാസം കൊണ്ട് ഞാൻ 3 ലക്ഷം രൂപ കൊടുത്ത് വലിച്ചെറിഞ്ഞ് പാസ്പോർട്ട് കയ്യിലാക്കി. പിന്നെ ഞാൻ സ്വന്തമായിട്ട് പോയി അപ്പാർട്ട്മെന്റ്, കുഞ്ഞു അപ്പാർട്ട്മെന്റ് വർക്കുകൾ എടുത്തു. ബാറിൽ കയറി സൗദി എന്നുള്ള പോലെ കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ ഒരുത്തനെ പ്രണയിച്ചു. ആ ജോബ് ക്യാൻസലാക്കി. ആ മരം ഇവിടെ കൊണ്ടുപോയി ദുബായ്ക്ക് കൊണ്ടുവന്നു. ദുബായ്ക്ക് കൊണ്ടുപോയി ഒരു ഏകദേശം 6-7 മാസം ആവുന്ന നോക്കി. 1 മാസം വിസിറ്റിംഗ് ആണ് അടിച്ചത്. ബാക്കിയൊക്കെ ഞാൻ ഇങ്ങനെ ദുബായിൽ ഇങ്ങനെ സത്വ, കരാമ,
ഗുർജുമാൻ ഇങ്ങനെ കറങ്ങി 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 നടന്ന് ഞാനിങ്ങനെ ടിക്ടോക്കിൽ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും എന്നെ അറിയാം. അങ്ങനെ ഒരു അച്ചായൻ എന്നെ പരിചയപ്പെട്ടു. ഇത് വിജയിച്ചല്ലേ? ഞാൻ പറഞ്ഞു അതെ. നമ്മൾ എന്തിവിടെ? ഞാൻ ജോബ് അന്വേഷിച്ചെടുക്കാം അച്ചായ, എനിക്ക് ജോബൊന്നും സെറ്റായിട്ടില്ല, ഞാൻ ബാറ് നോക്കണം, നിങ്ങൾക്ക് മസാജ് സെന്ററിൽ നിൽക്കാൻ പറ്റുന്നു. എന്ത് സാധനം? അങ്ങനെ നിന്നതാണ് കേട്ടോ മസാജ് സെന്ററിൽ. അങ്ങനെ എനിക്ക് മസാജ് ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റാഫായിട്ട് നിന്നു മസാജ് സെന്ററിൽ ഒരു 6-7 മാസം സ്റ്റാഫായിട്ട് നിന്നു. ആദ്യമായിട്ട് എടുത്ത നീഗ്രോനായിരുന്നു. അങ്ങനെ കയറി ചെയ്തു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് പിന്നെ 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 ഞാൻ ഇങ്ങനെ പ്രമുഖയായതുകൊണ്ടും എന്നോട് അച്ചായൻ പറഞ്ഞു, ഇനി നീ വർക്ക് എടുക്കണ്ട, നീ റിസപ്ഷനിസ്റ്റ് നിർത്തണം, 4000 രൂപ സാലറി തരാം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ 2 വർഷം 1.5 വർഷം റിസപ്ഷൻ മാത്രം കൈകാര്യം ചെയ്തു. പിന്നെ എൻ്റെ കസ്റ്റമേഴ്സിന് വേറെ ടിപ്പ് തരും, അങ്ങനെ ഒന്നുകൊണ്ടിരുന്ന ആളാ. പിന്നെ സ്പാ ഫീൽഡ് നിർത്തി. പിന്നെ ഞാൻ സ്വന്തമായിട്ട് പാർട്ട്ഷിപ്പ് എടുത്തു. അത്രേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അന്നൊന്നും നമ്മള് ആമിജാൻ കൊഹോത്തി ഹോ. അപ്പൊ നമ്മൾ അന്നൊന്നും ഇതേപോലെ ഒന്നും ഉണ്ടായില്ല. എന്നോട് അന്ന് എൻ്റെ അമ്മ പറയും, ബിജി ഇത്ര വർഷമായില്ലേ പ്രവാസം തുടങ്ങിയിട്ട്, നമുക്കൊരു വീട് വേണ്ടേ, സ്ഥലം വേണം നോക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ നമുക്ക് അന്നേരം കാശ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ ഗെയിമൊക്കെ കളിച്ച് തട്ടിമുട്ടി കുറച്ച് പൈസ ഉണ്ടാക്കി, നമ്മുടെ ജോബിന്റെ ബിസിനസ് പരമായിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി, എല്ലാം കൂടെ സ്വരൂപിച്ച് 7 വർഷം സ്വരൂപിച്ച് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു 8 സെന്റ് സ്ഥലം ഈ ഇറക്കി. 3 മാസമേ ഉള്ളൂ അതിന്റെ ആധാരം കഴിഞ്ഞിട്ട് അത് മേടിച്ചത്. ഇനിയിപ്പോൾ അതിലൊരു വീട് വരും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ തെറ്റ് ചെയ്തില്ല, അതൊന്നും തെറ്റില്ലായിരിക്കും. ഞാനും അത്യാവശ്യം കസ്റ്റമേഴ്സിന് എടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. അതെന്റെ കാശ്. ഷോപ്പിൽ ഞാൻ വേറെ എടുക്കുന്നുണ്ട്, അത് അങ്ങോട്ട് പോയിട്ട് എടുക്കും. അപ്പാർട്ട്മെന്റ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ 300-400 കിട്ടുകയാണെങ്കിൽ എനിക്ക് അത്രയായില്ലേ, ഷോപ്പിലേക്ക് കൊടുക്കണില്ല. ചില സമയത്ത് കച്ചവടം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കട്ടെ, ബിസിനസ് വളരെ ഷോ ആയിരിക്കും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള 2000 രൂപ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 1000 രൂപ ഷോപ്പിലോട്ട് പോകും. എന്റെ കയ്യിൽ എടുത്ത് കൊടുക്കേണ്ടി വരും, നഷ്ടാ ചില ദിവസങ്ങളിൽ. ഷോപ്പിൽ ബിസിനസ് കയറിനേക്കാളും കൂടുതലും ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഷോപ്പിൽ വളരെ നഷ്ടമാണ്. കാരണം ഷോപ്പിൽ വരുന്ന മൈലന്മാർക്ക് പെണ്ണുങ്ങളെ പിടിക്കുന്നില്ല. ഓക്കെ, മനസ്സിലായോ? ഷോപ്പിൽ വരുന്നവർക്ക് പെണ്ണുങ്ങളെ പിടിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്താക്കും, അവൻ എന്നെ പേഴ്സണലി വിളിച്ച് പറയും, ബി ചേച്ചിയുടെ പറ്റുമോ നോക്കും. അപ്പൊ ഞാൻ പറയും ഞാൻ തന്നെ വേണം. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ശരി ഞാൻ വരാന്ന് പറയും. അപ്പൊ ഞാൻ അവരവിടെ ഷോപ്പിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ റൂം എടുത്തോ, ഞാൻ വരാന്ന് പറയും. അങ്ങനെ ഞാൻ വരും. അപ്പൊ ആ പൈസ എനിക്ക് കിട്ടില്ല. ഷോപ്പിൽ കസ്റ്റമേഴ്സ് കുറവാണ്, പക്ഷെ എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്.